അഡ്വക്കേറ്റ് എം ലിജു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM-ന് പുറത്ത് നിൽക്കുന്ന 3 MLA-മാർ അല്ലെങ്കിൽ 3 രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ഒരുമിച്ച് CPM-ന് ശുദ്ധികലശം വരുത്താൻ വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് PV അൻവർ, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് KT ജലീൽ, പിന്നെ കാരാട്ട് റസാഖ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്രമാത്രം ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ്? ഒരു നൊട്ടോറിയസ് ക്രിമിനലായ സ്വർണം വെട്ടിക്കലടക്കം സ്വർണം കടത്തിലടക്കം പങ്കാളി എന്ന് ഇടതുപക്ഷ MLA പറയുന്ന ഒരു ADGP-ക്ക് താഴെയാണ് നമ്മളടക്കമുള്ളവർ ക്രമസമാധാനത്തിൻ്റെ ചുമതല പോലീസിനാണെന്ന് ആശ്വസിച്ച് കിടന്നുറങ്ങുന്നത്. ലിജു, ഇപ്പോൾ ഈ 3 MLA-മാർ, ശ്രീ PV അൻവർ ഉൾപ്പെടെ 3 MLA-മാർ അവർ രംഗത്ത് വന്നതിൻ്റെ ചേതോവികാരം അത് അവർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. നമുക്കങ്ങനെ ഊഹിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ അവരുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്ന പല സത്യങ്ങളെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. സ്വാഭാവികമായി അൻവറിനെ പോലെയുള്ള വ്യക്തികൾക്ക് അവരുടേതായ അജണ്ടകളും CPM രാഷ്ട്രീയത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഉപകഥകളും ചേർക്കേണ്ടതുണ്ട്. പക്ഷേ അവരിന്ന് പറഞ്ഞ പല കഥകളും അല്ലെങ്കിൽ പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എത്ര ഭീതിതമാണ് ചിത്രം. ഒന്ന്, പിന്നെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന സംസ്ഥാന ആഭ്യന്തര വകുപ്പ്, അതിൻ്റെ ADGP മുതൽ കൊലപാതകം, അവർ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ് കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സംസ്ഥാനത്തെ പ്രമുഖരായ മുഴുവൻ നേതാക്കന്മാരുടെയും വ്യക്തികളുടെയും ഭരണാധികാരികളുടെയും ഫോൺ ടാപ്പ് ചെയ്യുക, അതോടൊപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മറ്റു കുറ്റകൃത്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റാലിയൻ മാഫിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ ഒരു മാഫിയ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഒരു ക്രൈം സിൻഡിക്കേറ്റ് സംസ്ഥാനത്തുണ്ട് എന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ്. ആ ക്രൈം സിൻഡിക്കേറ്റിലെ പ്രധാനപ്പെട്ട ആളാണ് ADGP. ഇവരതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് കൈമാറുന്നു, P ശശിക്ക് കൈമാറുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നാളിതുവരെ ഒരു നടപടിയും എടുക്കാതെ, പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു നടപടിയും എടുക്കുന്നില്ല. അപ്പോൾ ഇത് പറയുന്ന ആരാണ്? അരുൺ, സംസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ഒരു MLA ആണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ കൊണ്ട് മാത്രം ഇത് അവസാനിപ്പിക്കുകയാണോ? ഒരു MLA-ക്ക് ഈ കാര്യം പറയാൻ, ഒരു ഭരണപക്ഷ MLA-ക്ക് ഈ കാര്യം പറയാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൂടെ? മുഖ്യമന്ത്രി ഇവർ കണ്ടു കാണും, ഒരു സംശയ കാര്യത്തിലില്ല. എന്തെങ്കിലും തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും, അത് നമ്മുടെ ഒരു അസംഷനാണ്. പക്ഷെ നമ്മളിതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഈ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വിവാദപരമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ്, ജയിലിൽ കിടന്ന ആരാ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ശിവശങ്കരൻ. ഇപ്പോൾ ആരോപണം നേരിടുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥൻ ADGP, നിയമിക്കുന്നത് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ വിവരങ്ങൾ അറിഞ്ഞിട്ടും ആ ADGP നാളിതുവരെ സംരക്ഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇതിലെല്ലാം ചെന്ന് നിൽക്കുന്നത് കിങ് പിൻ മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ് എൻ്റെ സത്യം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു പ്രസ്താവനകളും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഹാൻഡ് വാഷിങ്ങും അത് വ്യക്തമാക്കുന്നില്ലേ? ഇപ്പോൾ തന്നെ ഞാൻ അജിത് കുമാറിൻ്റെ പത്രസമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു. അജിത് കുമാർ വളരെ കോൺഫിഡൻസോടെ നിങ്ങൾ പത്രപ്രവർത്തകരെ അദ്ദേഹം വിരട്ടുകയാണ്. പോരട്ടെ, ഇനി എന്തൊക്കെ പറയാനുണ്ട്? അദ്ദേഹം പറയുന്നു ചോദിക്കാമെന്നപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ഓരോ ചോദ്യത്തിനും എണ്ണി മറുപടി പറയുമെന്നാണ് കരുതിയത്. എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം നിങ്ങളോട് ചോദിക്കുന്നു, അതെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, അപ്പോൾ വീട്, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വീടിൻ്റെ കാര്യം. അപ്പോൾ എവിടെയാണ് സ്ഥലം? കവടിയാറിൽ. ആരോപണം എന്ന് പറയുന്നത് 75 ലക്ഷം രൂപ സെൻറ്റിന് വിലയുണ്ടെന്നാണ്. അദ്ദേഹം 10 ലക്ഷം, അദ്ദേഹത്തിന് അളിയന് 12 സെൻറ്റ്, ഇദ്ദേഹത്തിന് 10 സെൻറ്റ്. അപ്പോൾ തന്നെ എത്ര കോടിയാണെന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് 7000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നു, അതിൻ്റെ ആരോപണം. പിന്നീട് കൊലപാതകത്തിൻ്റെ ആരോപണം. അങ്ങനെ പല പല ആരോപണങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തിൻ്റെ ശരീരഭാഷയുമായി അദ്ദേഹം പറയുന്നു, ഞാനിത് സംബന്ധിച്ച് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കും DGP-ക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം, ശരിയാണ്, ഇത് അന്വേഷിക്കാൻ പോകുന്നു. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാരും? ഇത്ര ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ വിജിലൻസിന്റെ തലപ്പത്തിരുന്നപ്പോൾ മാറ്റിയതുപോലെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. SP സുജിദാസിന്റെ സസ്പെൻഷൻ വരുന്നു, അതൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഇതെന്ത് കാര്യവരും? ഇതിനൊക്കെ സസ്പെൻഷൻ മാത്രമാണോ?
കറക്റ്റ്. അല്ല, അത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ലിജു പറഞ്ഞു വെച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ അങ്ങേയറ്റത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെങ്കിലും ആരോപണങ്ങളുടെ മുനയേറ്റ് നിൽക്കുമ്പോൾ, അമ്പേറ്റ് നിൽക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ പറ്റുമോ എന്ന വളരെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യം അങ്ങ് ചോദിക്കുന്നുണ്ട്. ഞാൻ വരാം അതിലേക്ക്. അതിനു മുമ്പ് എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോയി. അത് മാത്രമല്ല, എനിക്ക് 2 പോയിന്റ് പറഞ്ഞോളൂ, ചുരുക്കി പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന്, ഇതിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഇതിലെല്ലാം ഉണ്ട്. അദ്ദേഹം സ്വന്തം ഭാഗം രക്ഷിക്കാൻ വേണ്ടി കൈ കഴുകുന്നതാണ്. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ്. അദ്ദേഹം അല്ലാതെ ഇവരെ ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഇവർ ചെയ്യുന്നതാണ് വസ്തുത. ശിവശങ്കരൻ ചെയ്ത റോൾ ഇന്ന് PCC ചെയ്യുന്നു. ഇവരെല്ലാം ബലിയാടുകളാകാൻ ശിവശങ്കരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അടുത്ത PCC ഉണ്ടാകും. നിങ്ങൾ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി ഈ ആരോപിച്ച PV അൻവർ ആരോപിച്ച എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയും മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിട്ടും അദ്ദേഹം പല കാരണങ്ങളാൽ അദ്ദേഹം അതിനെ തള്ളിക്കളയുന്നുള്ളിടത്താണ് പ്രശ്നം. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണോ, ഒരു മാഫിയയുടെ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണോ ഇപ്പൊ കാണുന്നത്? ഈ നാട് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളിൽ ഇവരെ മാത്രം ബാധിക്കുന്ന ഈ ടിപ്പിനപ്പുറത്ത് ഒരു വലിയ മഞ്ഞുമല താഴെ ഉണ്ടോ? വേറെ പല ഒരു മാഫിയയുടെ തലവനാണ് മുഖ്യമന്ത്രി എന്നാണോ, അഥവാ തന്റെ മൂക്കിന് കീഴിൽ ഒരു മാഫിയ വളരുന്ന കാര്യം ഈ മുഖ്യമന്ത്രി അറിയാതെ പോയതുവഴി ഭരണത്തിന് ആഭ്യന്തര വകുപ്പിന്റെ ഭരണ ചുമതലയ്ക്ക് അദ്ദേഹം അർഹനല്ല എന്നാണോ? സ്ട്രെയിറ്റ് ഞങ്ങൾ 2 ഓപ്ഷനും തള്ളിക്കളയുന്നില്ല. 2 ഓപ്ഷൻ തള്ളിക്കളയുന്നത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട മാഫിയയുടെ സംരക്ഷകനാണ് എന്നത് വ്യക്തമാണ്. ഞാൻ അതിലേക്ക് വരാം. ആ പൊളിറ്റിക്കൽ നിലപാട് വ്യക്തമാണ്.